നാളെ സ്കൂൾ തുറക്കുകയാണ്, അധ്യയന വർഷമാണ്. എല്ലാ കുട്ടികളും നാളെ പുത്തനുടുപ്പൊക്കെ ഇട്ട് സ്കൂളിൽ പോയി. എന്റെ പൊന്നുമക്കൾ മാത്രം രണ്ടും എന്റെ പൊന്നുമകൾ മാത്രം ഈ അവസ്ഥയിലാണ്. നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം. ഞാൻ ഏഴംകുളം സ്വദേശിയാണ്. എൻ്റെ മക്കൾക്ക് കഴിഞ്ഞ മാസം 10-ാം തീയതി ഏഴംകുളത്ത് വെച്ച് ഒരു ആക്സിഡന്റിൽ പെട്ട് 2 മക്കളും അബോധാവസ്ഥയിലായിരുന്നു. 2 മക്കളെയും നാട്ടുകാരുടെയും ജനലക്ഷങ്ങളുടെയും സഹായത്തോടു കൂടി ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുകയും അവിടെ വെച്ച് തന്നെ എൻ്റെ 2 മക്കളെയും ഓരോ ഓപ്പറേഷൻ നടക്കുകയും ഒരു മോന്റെ തലയ്ക്കാണ് മെയിൻ ഓപ്പറേഷൻ നടന്നത്. അവൻ കോമയിലായിരുന്നു. ദൈവം നമുക്ക് തിരിച്ചു തന്നു. അതുപോലെ തന്നെ 2ാമത്തെ മോന്റെ ഓപ്പറേഷൻ വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അന്ന് ഡോക്ടർ നമ്മുടെ മോനെ തിരിച്ചു കിട്ടുമെന്നുള്ള പോലും ഞങ്ങളോട് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് വരെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞതാണ്. എന്നിരുന്നാൽ തന്നെ ദൈവം ഞങ്ങളുടെ പൊന്നുമോനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നതിന് ശേഷം ഓപ്പറേഷൻ കഴിഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടെ നിന്നും ഓപ്പറേഷൻ കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ മോൻ്റെ ശരീരത്തിന് അഗാധമായ 2 മുറിവുകളാണ് വന്നിരിക്കുന്നത്. ശരിയാക്കാനായിട്ട് അടൂർ ജനറൽ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ നീക്കം ചെയ്യുകയായിരുന്നു. അവിടെ വെച്ച് എൻ്റെ പൊന്നുമോന് വീണ്ടും ശ്വാസമുട്ടലുണ്ടാകുകയും വീണ്ടും എൻ്റെ കുഞ്ഞിനെ പെട്ടെന്ന് നാട്ടുകാരും പാർട്ടിക്കാരും നല്ലവരായി എല്ലാവരും കൂടി എൻ്റെ കുഞ്ഞിനെ തിരുവനന്തപുരം കിംസിലേക്ക് പെട്ടെന്ന് എന്നെ കൊണ്ടുപോയി. എൻ്റെ പൊന്നുമോനെ അവിടെ വെന്റിലേറ്റർ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇപ്പൊ 2 ദിവസം കൊണ്ട് എൻ്റെ കുഞ്ഞിന്റെ നില വലിയ ഗുരുതരമായ അവസ്ഥയിലാണ്. എൻ്റെ പൊന്നുമോന്റെ ഓപ്പറേഷൻ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. ഞങ്ങളാൽ എൻ്റെ പൊന്നുമോനെ സഹായിക്കാനായിട്ടുള്ള ഏത് എമൗണ്ടുകളൊന്നും ഇല്ല. നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഞങ്ങൾ ഇത്രയും ദിവസം നല്ലവരായ നാട്ടുകാരുടെയും എൻ്റെ സഹോദരങ്ങളുടെയും എൻ്റെ ഭർത്താവ് വഴിയിലുള്ളവരുടെയും എല്ലാവരുടെയും സഹായത്തോടു കൂടി ഞങ്ങൾ ഇത്രയും ദിവസം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് 3,33,000 രൂപ ഇവിടെ അടയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു എത്തുംപിടിയില്ലാതെ ഞങ്ങൾ നിൽക്കുകയാണ്. ഇനിയും ഈ പൊന്നുമോനെ ജൂൺ 10-ാം തീയതി വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയും അവൻ്റെ വേണ്ടുന്ന ട്രീറ്റ്മെന്റുകൾ തുടരണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. 2 മാസത്തിന് മുമ്പ് പത്തനാപുരം അടൂർ പാതയിൽ മരുന്നുമൂടിന് സമീപത്ത് വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റിൽപ്പെട്ട 2 കുട്ടികളുണ്ട്. ഒന്ന് ജുനൈദും സ്വാലിഹും. ഇവർ 2 പേരും വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ട് അവധിക്കാലത്ത് ചെറിയൊരു വ്യാപാരം എന്ന് പറയുമ്പോൾ നാരങ്ങ വെള്ളവും മോരും വെള്ളവും ചെറിയ ജ്യൂസും ഒക്കെ ആയിട്ട് അവിടെ ഒരു കട റോഡ് വശത്ത് നടത്തുകയായിരുന്നു. ഈ കടയിലേക്ക് സഹോദരങ്ങളിരുന്ന കടയിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. ഇവരെ ഇടിച്ചു തെറിപ്പിച്ചു. എന്നാൽ ആ കാറിൽ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇവരെ ആശുപത്രിയിൽ പോലും എത്തിക്കാൻ സന്മനസ് കാണിച്ചില്ല. അവസാനം ഓടിക്കൂടിയ നാട്ടുകാരും ഒക്കെ ചേർന്ന് ഈ 2 മക്കളും ഇപ്പോൾ ഇത് ഇളയാളാണ്, ഈ വീട്ടിൽ കിടപ്പിലാണെന്ന് പറഞ്ഞാൽ അന്ന് അവന്റെ മാനസിക നില വരെ തെറ്റി ഹോസ്പിറ്റലിൽ കെട്ടിയിടുന്ന സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോഴും അവന് നല്ല ഓർമ്മയോ ഒന്നുമില്ലാത്തൊരു സ്ഥിതിയാണ്. ഈ മോന്റെ ജ്യേഷ്ഠൻ ഇന്ന് തിരുവനന്തപുരം കിംസിലാണുള്ളത്. 3.5 ലക്ഷം രൂപ കെട്ടിവെക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ കുടുംബത്തിന്റെ ഏറെ പ്രാരാബ്ധമാണ്. ഈ കുട്ടികളുടെ 3 മക്കളാണ് ഇവർക്കുള്ളത്. ഇതിൽ 2 പേർക്കാണ് അപകടം പറ്റിയത്. ഇവരുടെ പിതാവിന് കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു ബൈക്ക് ആക്സിഡന്റിൽ പെട്ട് ശരീരത്ത് കാലുകൾക്കും കൈകൾക്കും എല്ലാം ക്ഷതം സംഭവിക്കുകയും അതിലുപരി കണ്ണിന് കാഴ്ച കുറവുണ്ടായിരുന്നു. ആ കാഴ്ചയ്ക്ക് കൂടുതൽ മങ്ങലേറ്റ് ഇപ്പോൾ അദ്ദേഹവും ചികിത്സയിലാണ്. അതിനു മുമ്പ് 8 മാസങ്ങൾക്ക് മുമ്പ് ഇവരുടെ മാതാവിനെ ഒരു വർഷമാകുന്നു. മാതാവിനെ തൊഴിലുറപ്പ് വേല ചെയ്യുന്നതിനിടെ പാമ്പ് കടിയേറ്റു. തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലായിരുന്നു. ലക്ഷങ്ങൾ അന്നും ചെലവഴിക്കേണ്ടത്. ഓരോന്നായിട്ട് ഈ കുടുംബത്തില് ക്രൂരതയുടെ 2-3 വർഷക്കാലമായിട്ട് ഈ കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. ഇപ്പോൾ പള്ളിക്കാർ ചെറിയ വീട് പണി ഏഴംകുളത്ത്. ഞങ്ങൾ ഇരിക്കുന്ന വീട് ഇനിയുമുള്ള തുടർ ചികിത്സ 2 പേരുടെയും ചികിത്സയ്ക്കായിട്ട് ലക്ഷങ്ങൾ ഇവർക്ക് വേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഈ പറയുന്ന നിമിഷം ഒരു ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 4ഓളം ഓപ്പറേഷൻ കഴിഞ്ഞു. 4ഓളം ഓപ്പറേഷന് വേണ്ടി 20 ലക്ഷത്തിലധികം രൂപ ഈ കുടുംബം കണ്ടെത്തി. അച്ഛൻ പണിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം, അമ്മയ്ക്കും പോകാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെ ഇരിക്കെ വീട്ടിലെ പട്ടിണി മാറ്റാനായിട്ട് ഈ കുഞ്ഞുങ്ങൾ റോഡരികിൽ ഒരു ചെറിയ നാരങ്ങ വെള്ളവും മോരും വെള്ളവും വിറ്റ് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ആ കുടുംബം പോറ്റാനായിട്ട് വന്ന ഈ കുഞ്ഞുങ്ങൾക്കാണ് ഈ വിധി ഉണ്ടായത്. കാലന്റെ രൂപത്തിൽ ഒരു കാർ വന്ന് ഇടിക്കുകയും ഈ 2 കുഞ്ഞുങ്ങളെ ഇടിച്ചു തപ്പിച്ച ശേഷം കടന്നു കളയുമായിരുന്നു. ഇത് കാണുമ്പോഴെങ്കിലും ഈ കാറിന്റെ ഉടമ ഇവർക്ക് വേണ്ടുന്ന സഹായം ചെയ്യാൻ തയ്യാറാകണം. ഈ അമ്മയുടെ കണ്ണുനീരിന്, ഈ കുടുംബത്തിന്റെ കണ്ണുനീരിന് ഒരു അറുതി വരുത്താൻ നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം അഥവാ പൈസ കൊണ്ട് ഒക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ള സുമനസ്സുകൾ കാണുന്നിടം വരെ ഈ വാർത്ത ഷെയർ ചെയ്തെങ്കിലും സഹായിക്കണം. അത്രയ്ക്ക് അനിവാര്യമാണ്
കിംസിൽ കഴിയുന്ന 16 വയസ്സുകാരന്റെ ജീവൻ നിലനിർത്തേണ്ടത് നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും സഹായവും ഉണ്ടാവണം. ഇവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പരും ഗൂഗിൾ പേ നമ്പരും നമ്മൾ ഈ വാർത്തയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കഴിയുന്ന സഹായം ഈ കുടുംബത്തിന് ചെയ്ത് സഹായിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.